വർക്കുണ്ട്. അപ്പോൾ ഇന്നൊരു വർക്കുണ്ട്, മേക്കപ്പിൻ്റെ തന്നെയാണ്. സോ അതിന് വേണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഉച്ചത്തെ ഈ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന ട്രാഫിക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നൈറ്റ് വരുന്നതെന്ന് പറയുന്നത് യൂബറിൻ്റെ അവൈലബിലിറ്റിയാണ് പ്രശ്നം. അപ്പോൾ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ എത്താനുള്ള റീച്ചിങ് ടൈം കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങി യൂബറിന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂബർ ഇവിടെ ഉണ്ടാവും, ഞാനായിരിക്കും വരിക. ലേറ്റ് ആയി എന്നല്ല, യൂബർ വന്നു എന്ന് കൺഫേം ആയിട്ടായിരിക്കും മോസ്റ്റ്ലി ഞാൻ ഇറങ്ങുന്നത്. നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും, എന്തിനാണ് ഒരു ഡിലേ എന്ന് വിചാരിച്ചിട്ട്. പെട്ടെന്നുള്ള സ്ഥലത്ത് നിൽക്കട്ടെ. ഓക്കെ, എൻ്റെ ലൈഫിൽ എനിക്ക് രാവിലെയും ഈ പറയുന്ന രാത്രികളും ഒരുപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇപ്പോൾ ഈ പോകുന്ന ടൈമിങ്ങുകൾ മിഡ് നൈറ്റുകളാണ്. സ്പോർട്സിലായിരുന്ന സമയം തൊട്ട് തന്നെ, സ്പോർട്സിലായിരുന്നപ്പോൾ തന്നെ നമുക്കിപ്പം സെവൻസ് ഉണ്ടെങ്കിലോ മാച്ചസ് ഉണ്ടെങ്കിലോ രാവിലെ 4 മണിക്ക് ഗ്രൗണ്ടിൽ എത്താനുള്ള ഓട്ടം, അങ്ങനെ ഈ രാത്രി പകൽ എന്നുള്ള ഒരു വ്യത്യാസം ഞാൻ അറിയാതെ ആയി കൊച്ചിലെ തൊട്ട് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ രാത്രി ഒരു സ്ഥലത്ത് പോകണമെങ്കിലോ എനിക്ക് അതൊരു രാത്രിയാണ് പോണ്ട എന്നൊരു തോന്നലില്ല. സമയം ഏകദേശം ഒരു 4 മണിയോ 3:30യോ ആണ് കേട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ വിജിത അക്ഷര സിസ്റ്ററിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. അവസാനമായിട്ടിട്ട വീഡിയോ ഓർമ്മയില്ലേ, ഹൽദി ഫംഗ്ഷൻ, അത് തന്നെ. അവരുടെ ആ ഗ്രൂം പയ്യൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കുമാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ. ഞാനൊരു നിയർ ടു 3:30 ആകുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്നും വിജിത സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലേക്ക് യൂബറിലെത്തി. പിന്നെ അവിടെ നിന്നാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നത്. ഇപ്പോൾ ബുക്ക് ചെയ്ത യൂബറിൽ ലൈറ്റ് വർക്കിംഗ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് വിജിത സിസ്റ്റർ ഫോണിലെ ലൈറ്റ് ഓണാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കയറിയായിരുന്നു, വ്ലോഗ് എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ. ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മേക്കപ്പ് ഐറ്റംസ് എവിടെ സെറ്റ് ചെയ്യാമെന്നുള്ളത് പ്ലാൻ ചെയ്യും. ഈസി ടു അവൈലബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഹെയർ വന്നിട്ട് ഹീറ്റ് പ്രൊട്ടക്ഷനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാനും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. വിജിത ചേച്ചി സൈഡിൽ മേക്കപ്പും തുടങ്ങി, അക്ഷര ചേച്ചി സാരിയും അയണൊക്കെ ചെയ്ത് പ്ലീറ്റൊക്കെ എടുക്കാൻ തുടങ്ങി. വർക്കിനിടയിൽ പറ്റുന്നത്രയും വ്ളോഗിന് വേണ്ടി ഞാൻ ഫുട്ടേജ് കവർ ചെയ്തു കേട്ടോ. മേക്കപ്പ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് പറയും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വേണം കേട്ടോ, ഫുള്ള് നമുക്കൊന്ന് വീഡിയോ ഒന്ന് എടുക്കാനായിട്ട്. ഗ്രൂമിൻ്റെ അമ്മ എന്ന് പറയുന്നത് നാച്ചുറലി ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു സ്മൈലും ദ വേ അമ്മ നമ്മളെ എടുത്ത് ചോദിക്കുന്നത്, കോഫി എടുക്കട്ടെ, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ. ഏതൊരു വിവാഹ ചടങ്ങ് നടക്കുമ്പോഴും അന്നത്തെ ആ ദിവസം ആ വീട്ടിൽ ഒരു മിക്സഡ് ഫീലിങ്സ് ആണ് മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകുക എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും വേട്ടുമല്ല, ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്ളോഗ് ഓണാക്കിയതുകൊണ്ട് കേളന്നു. സോ പക്ഷേ എനിക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു ബ്യൂട്ടി ഉണ്ടല്ലേ, നമ്മൾ ടയർഡ്നെസ് ഒന്നും അറിയില്ല, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകും അല്ലേ. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സഫക്കേഷൻ ഫീൽ വരും. പക്ഷേ സംവേ വി ലൈക്ക് ഇറ്റ് വാട്ട് വി ആർ ഡൂയിങ്. സോ അപ്പോൾ ശരി, നല്ല വിശപ്പുണ്ട്, പക്ഷെ അവർ ടീ നമുക്ക് കിട്ടി. അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു അവരുടെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് തരുന്നുണ്ട്. അറ്റ് ദി എൻഡ് നമ്മൾ വന്നത് അവരുടെ ഇവൻ്റ്, അവരുടെ ആ ഒരു ഡേ ബെറ്റർ ആക്കാനാണ്. അപ്പോൾ പിന്നെ നമുക്കവിടെ ഭക്ഷണം നമുക്ക് അവർ ഓഫർ ചെയ്താലും വേണ്ടാന്ന് പറയേണ്ടി വരും. നമ്മൾ അല്ലാതെ അവർ ഓഫർ ചെയ്യുന്നില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ദേ ആർ ഓഫറിങ്, ബട്ട് സ്റ്റിൽ നമുക്ക് അവിടെ നോ എന്ന് പറയേണ്ടി വരും അല്ലേ. കാരണം നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അവരെല്ലാവരും ബെറ്ററായിട്ട് ഒരുങ്ങി പെർഫെക്റ്റ് ആയിട്ട് പോയി കഴിയുമ്പം വി ആർ ഹാപ്പി. അതിനുശേഷം ഫുഡ് ആരുമായാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. എൻ്റെ വ്ളോഗാണ് ഒരു ഹായ് ഹായ്. അതെ, പൂക്കളും അങ്ങനെ മൂന്നാറിന്ന് വന്നതുകൊണ്ടാ. ഫുള്ള് പൂവാണല്ലോ. അയ്യോ, പാട്ടും കൊള്ളാം, വണ്ടിക്കകത്തുള്ള പൂക്കളും കൊള്ളാം. മൊത്തത്തിലൊരു വല്ലാത്തൊരു പൂവായ പൂ. അങ്ങനെ വർക്ക് കഴിഞ്ഞു, യൂബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ കാറിൽ കയറി. അപ്പോൾ പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോവാം കേട്ടോ, ഒരു സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇറ്റ് വാസ് റിയലി നൈസ് ഫുഡ്. മോർണിംഗ് തന്നെ നല്ല ഫ്രഷ് ഫുഡ്, നല്ല മാങ്ങ ഇട്ട മീൻകറിയാണ് കേട്ടോ ഈ മോർണിംഗ് കഴിക്കുന്നത്. പിന്നെ നല്ല വെള്ളപ്പത്തിരി, പിന്നെ പെറോട്ടയാണ് ഓർഡർ ചെയ്തത്.
ആസ്ട്രോളജി പ്രകാരം എനിക്ക് 75 വയസ്സ് വരെയാണ് ആയുസ്. എന്ന് വെച്ചാൽ ഞാൻ ആസ്ട്രോളജി ഒരു മാപ്പായിട്ടാണ് വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ സമയം അല്ലേ. ഫോർ എക്സാമ്പിൾ വെഡ്ഡിങ് തന്നെ ഇരിക്കട്ടെ, നമ്മളവിടെ 4 മണിക്ക് എത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു മുന്നേ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യില്ലേ? അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ലോകത്തിനോട് വിട പറയേണ്ട സമയം നേരത്തെ അറിയാം. അപ്പോൾ അതിന് മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണിപ്പം മൈൻഡിലുള്ളത്. ഫാമിലിക്ക് എനിക്ക് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ പ്രസൻസ് ഇഷ്ടപ്പെടുന്നവർ കുറച്ചെങ്കിലും ഉണ്ടാവില്ലേ, ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. പക്ഷേ കുറവാട്ടോ. അങ്ങനെയുള്ള ആളുകളുമായിട്ടും എൻ്റെ ഫാമിലിയായിട്ടും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. സ്നേഹം, മണി, സമയം ഇതൊരിക്കലും നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലും ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിലും അത് മനസ്സറിഞ്ഞ് കൊടുക്കേണ്ട കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു 10 ഞാൻ എടുത്താലും ഇനി 10 ഉണ്ട്, ഇനി ഓർഡർ ചെയ്യാം. ഒന്നും ആവത്തില്ല വേറെ. അതെ, പെട്ടെന്ന് തീരുക. ശരിയാണ്, ടേസ്റ്റുമാണ്. ഒന്ന് ആലോചിച്ചേ, ഊബർ എടുക്കാതെ ഇവനെ ഇന്നലെ നമ്പർ വാങ്ങിച്ച് ഇവനെ വിളിച്ചു വരുത്തിയത് ഇതിന് വേണ്ടിയിട്ടാണ്. ടൈം എടുത്ത് കഴിച്ചിട്ട് പോകണം അല്ലേ? ഞങ്ങളെല്ലാം വറുത്ത് കഴിഞ്ഞാലും ഓരോരുത്തരും കഴിക്കത്തില്ല. മേ ബി ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് കട കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തെടുക്കും, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നോട്ട് ഇട്ട് വെച്ചിട്ട് പോകും. ഭയങ്കര ടേസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ ഈ ഫിഷ് കറി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്. ആ, അത് കാരണം ഞങ്ങൾ വർക്ക് കഴിയുമ്പോൾ ഇതായിരിക്കും ഞങ്ങളുടെ പരിപാടി. സ്ഥിരമാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇതിലൂടെ പോയി ഞാൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നു. ഓഫ് കോഴ്സ്. ലബു ലബു എന്തോ എടാ കാറിൽ കയറ